ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു വെറൈറ്റി പുട്ടാണ് കേട്ടോ. സാധാ നമ്മൾ പുട്ടും കുറ്റിയിലല്ലേ പുട്ട് ചുടൽ. ഇന്ന് അതിന്നൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് പുട്ടിന്. ഇതങ്ങനെ ഒരു ഇഡ്ഡലി പാത്രം ഗ്യാസമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളവും ഒഴിച്ച് ഗ്യാസമ്മ അതാ വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കേട്ടോ ഉണ്ടാക്കണേ. നമ്മളിതങ്ങനെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഗ്ലാസ്സിലേക്ക് ഇതാ കുറച്ച് തേങ്ങ അതിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതായി നനച്ച് വെച്ച പുട്ടും പൊടി ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഓരോ സ്പൂണിൽ ഇതാ ഗ്ലാസ്സിലിട്ട് നിറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ഈ ഗ്ലാസ് കൊടുത്തിട്ട് നമ്മളിതാ ഇഡ്ഡലി ചുടുന്ന ഈ കുഴി ഉണ്ടല്ലോ, ആ ഗ്ലാസ് അതിൽ കണ്ട് കമഴ്ത്തി വെക്കുകയാണ്. ഇനി അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഇനി ബാക്കിയുള്ള ഗ്ലാസ്സിലും കൂടെ പുട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് മൂടി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ വീണ അതേ സമയം കുറച്ച് സമയം ഇങ്ങനെ നിൽക്കണം കേട്ടോ. ആവി വന്ന് വെന്തിട്ട് വേണ്ടേ. അപ്പോൾ ഇതാ നമ്മൾ കുറേ സമയം കഴിഞ്ഞതാ നമ്മളിത് തുറന്ന് നോക്കി. നമ്മളിത് ഒരു ഗ്ലാസ് എടുത്തു കൊടുക്കണം കേട്ടോ. ഗ്ലാസ് ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഗ്ലാസ് ഇതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇതാ കുത്തി വെച്ചത് കണ്ടില്ലേ, അടിപൊളിയല്ലേ. അപ്പം ഇനി ബാക്കിയുള്ള ഗ്ലാസ്സും കൂടി എടുക്കുകയാണ്. പക്ഷേ ഈ ഗ്ലാസ്സിൽ നിന്ന് ഇതൊക്കെ താഴെ ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ. 3 ഗ്ലാസ് എടുത്തപ്പോഴും ഗ്ലാസ്സിലല്ല, ഇങ്ങനെ പുട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കുഴിയിൽ. അപ്പം നമുക്കിത് ചൂടാറിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊടിയും. അപ്പം നമ്മളിത് ഗ്യാസ് ഓഫാക്കി കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേ നമുക്കിത് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ എടുത്താൽ അത് പൊട്ടിപ്പോവും. നമ്മൾ പുട്ടിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, പ്രത്യേകമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ആ പുട്ടൊക്കെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 മാത്രം പൊടിഞ്ഞു പോയിട്ടോ. ബാക്കി 3 എണ്ണം ഇതാ. ഷാറായി പുട്ട്. ഇതാണ് ഗ്ലാസ് പുട്ട് കേട്ടോ. നമ്മൾ പുട്ടും കുറ്റിയിലല്ലേ പുട്ട് ചുടൽ. ഇതാ ഞാൻ 2 കുറ്റി ഇങ്ങനെ വേറെയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയാണ് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതാണ് ഗ്ലാസ് പുട്ട് കേട്ടോ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുട്ടും കുറ്റി ഇല്ലാത്തവർക്കൊക്കെ സുഖമാണ് കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പം ഇന്ന് ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഗ്ലാസ് പുട്ടും പഴം. ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.